അശോക് സെൽവനോടും അദ്ദേഹത്തിന്റെ സിനിമകളോടും എപ്പോഴും ഒരു പ്രത്യേക താല്പര്യവും അല്ലെങ്കിൽ കാണാനുള്ള ഒരു ആഗ്രഹവും ഒക്കെ തന്നെ ഒട്ടുമുക്കാൽ പ്രേക്ഷകർക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രേക്ഷകൻ തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു എമ്മക്ക് തൊഴിൽ റൊമാൻസ് എന്നുള്ളത്. തിയേറ്ററുകളിൽ കാര്യമായിട്ട് പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഒന്നും റിലീസും ഇല്ലായിരുന്നു. സോ OTTക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും അവസാനം ചിത്രം ഇപ്പോൾ ടെന്റ് കോട്ട വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ്. അവന്തിക മിശ്രയാണ് നായികയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ പേര് ഉമാശങ്കർ എന്നുള്ളതാണ്. ആളൊരു സിനിമാ മോഹിയാണ്, അല്ലെങ്കിൽ സിനിമയിൽ ഒരു ഡയറക്ടറായി വരണം എന്നൊക്കെ തന്നെ കഠിനമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ പടമാകട്ടെ 10 നിലയിൽ പൊട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും നമ്മുടെ ചിത്രത്തിലെ നായികയായിട്ടുള്ള ലിയോണെ അവൻ മീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ കണ്ടുമുട്ടുകയാണ്. തുടർന്ന് സ്പോട്ടിൽ തന്നെ പ്രണയവും തോന്നുകയാണ്. അങ്ങനെ ആ ഒരു പ്രണയം എവിടെ പോയി അവസാനിച്ചുവെന്ന് അത്യാവശ്യം ഒരു ഹ്യൂമർ പരിസരത്തിലൊക്കെ കാണിച്ചിരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പുതുമയുള്ള, ഇതുവരെയും കേൾക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിലുള്ള ഏതൊരു കഥാകൃത്തിനും പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്നുമൊക്കെ എഴുതിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഇത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ജോളി മൈൻഡിൽ പ്രേക്ഷകനെ എത്തിക്കുന്ന രീതിയിലുള്ള കുറേ സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. അതാണ് എനിക്ക് ആദ്യമേ ഈ ഒരു ചിത്രത്തെ പറ്റി പറയാൻ തോന്നുന്നത്. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കഥ വലിയ പുതുമയായിട്ട് തോന്നില്ല. നമുക്കറിയാവുന്ന, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കഥ തന്നെയാണ് അവതരിപ്പിച്ച് പോകുന്നത്. പക്ഷേ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റായിട്ട് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് രസിച്ച് ചെറുതായിട്ടൊന്ന് ചിരിക്കാനും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ആ എഴുത്തിലൂടെ, തിരക്കഥയിലൂടെ ഒക്കെ നൽകുന്നുണ്ട്. അതായിരുന്നു ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുന്നു. കൂടാതെ പ്രകടനങ്ങളും വളരെ മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. ഒന്നാമത് ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലെ കഥാപാത്രങ്ങൾ എന്നുള്ളത് ഒരു വൈബ് മൂഡിലാണ് റൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാവരും അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഇപ്പോൾ അശോക് സെൽവനാകട്ടെ നായികയായിട്ട് എത്തുന്ന അവന്തിക മിശ്ര ആകട്ടെ, അതുപോലെ ഉർവശി ചേച്ചി നായകൻ്റെ അമ്മയായിട്ട് എത്തുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഭഗവതി പെരുമാളുണ്ട്. അങ്ങനെ കുറേ താരങ്ങളുണ്ട്. എല്ലാവരും ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നായകനെ പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം നിങ്ങൾ കാണുക, ഒരു ജോളി മൈൻഡിലാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും ലൈറ്റായിട്ട് നിങ്ങൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോകും അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട്. അത്രയും കിട്ടുമായിട്ട് തന്നെയാണ് എല്ലാവരും പെർഫോമൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി നോക്കിക്കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വലിയ സംഭവമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ചിത്രത്തിലെ ഗാനങ്ങളും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്കും വലിയ തരക്കേടില്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ കഥയുള്ള സംഭവമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് കഥയൊന്നും അല്ല വേണ്ടത്, അല്ലെങ്കിൽ വലിയ പുതുമയൊന്നും വേണ്ട. മറിച്ച് ഈ സിനിമയുടെ ലെങ്ത് 1.25 മണിക്കൂറാണ്. ഈ 1.25 മണിക്കൂറും വലിയ മുഷിപ്പൊന്നും അടിപ്പിക്കാതെ ചുമ്മാ അങ്ങ് പിടിച്ചിരുത്തിയാൽ മതിയെന്നേ എന്നുള്ള മൈൻഡ് ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ചിരിക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത്, ഈ സിനിമ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും എഡിറ്റർ വിചാരിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാവുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി സിനിമയുടെ ഈ സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ നടത്തിയത് നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് നോട്ട് ചെയ്യുക. പലയിടങ്ങളിലും സിറ്റുവേഷനെ വളരെ ഡ്രാമാറ്റിക് ആയിട്ട് എത്തിക്കുന്നതിൽ എന്താണ് എഡിറ്റർക്ക് വലിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. അത് സൗണ്ട് മിക്സിങ് അതുപോലെ കെയർലെസ് ആയിട്ടാണ് പകുതി ഇടങ്ങളിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ എഡിറ്റർ കുറച്ചുകൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റിയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, വലിയ ക്രിറ്റിസിസം ആ ഒരു മനോഭാവത്തോടു കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഒപ്പടായിട്ട് പറയുന്നു, അതിനുള്ള കഥ മാത്രമേ ഉള്ളൂ. മറിച്ച് ചുമ്മാ ജോളി മൈൻഡിലിരിക്കുക എന്നുള്ള മൈൻഡാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഓക്കെ ഫിലിം എന്നുള്ള ഒരു ഫീൽ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 6 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10-6. വേണമെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കുടുംബമൊക്കെ ആയിട്ട് തന്നെ ഇരുന്ന് കാണാം. കാരണം 18+ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിനിമയ്ക്കുള്ളിൽ ചെറിയ ലിപ് സീനുകളൊക്കെ ഉള്ളൂ. അതും വലിയ മുഖം ചുളിക്കുന്ന രീതിയിലൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണുകയും ചെയ്യാം. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.